ഹലോ, നമുക്ക് ഈ കാണുന്ന 2 ചാനൽ സോണിയുടെ ആംപ്ലിഫയർ ആണ്. ഇതിലൊരു സബ് വൂഫർ ബ്രിഡ്ജ് ചെയ്ത് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പീക്കറിൻ്റെ കണക്ഷനും റൈറ്റ് ചാനലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആംപ്ലിഫയറിന് എന്താണോ സ്പെസിഫിക്കേഷൻ പറയുന്നത് ആ രീതിയിൽ എപ്പോഴും വയർ ചെയ്യുക. അതുപോലെ തന്നെ തീർത്തും സേഫ് അല്ലാത്ത രീതിയിൽ ടെർമിനൽ ക്ലിപ്സോ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ഈ വയറുകൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടുമിക്ക വണ്ടികളിലും കാണുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും തീരെ സേഫ് അല്ല. എപ്പോൾ വേണമെങ്കിലും ഇത് വിട്ടുപോകാം. അതുപോലെ തന്നെ ഇവിടെ സബ് വൂഫറിൻ്റെ വയറിങ് നിങ്ങൾക്ക് കാണാം. സബ് വൂഫറിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പീക്കേഴ്സ് 6 ഇഞ്ച് സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും വയറിങ് കാണാം. വളരെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്ത വയറിംഗ് ആണ്. എന്നാൽ വണ്ടിയിൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന വയറിങ് വളരെ നല്ലൊരു ഗേജുള്ള വയറാണ്. പഴയതാണേലും നല്ല ഗേജുള്ളൊരു വയറാണ്. എന്നാൽ അതിൽ നിന്ന് അവർ സബിലേക്ക് എടുത്തേക്കുന്ന വയർ വളരെ തിന്നായിട്ടുള്ളൊരു വയറാണ് എടുത്തിരിക്കുന്നത്. അതും അനാവശ്യമായിട്ടുള്ളൊരു ലെങ്ത് ഉണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മുടെ ഒരു വേസ്റ്റേജ് വരുന്ന പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സബ് വൂഫറിൻ്റെ മുകളിൽ അവർ ഒരു 2 6 ഇഞ്ച് സ്പീക്കർ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ചെയ്യുമ്പം തന്നെ ഉണ്ടാകുന്നത് ഈ എൻക്ലോഷറിൻ്റെ സീലിംഗ് നഷ്ടപ്പെടുകയാണ്. ഇപ്പം നമ്മളിത് ഒഴിവാക്കി ഈ ബോക്സ് ക്ലിയർ ചെയ്ത് അതിൻ്റെ ക്ലോത്തൊക്കെ രണ്ടാമത് റാപ്പ് ചെയ്ത് വയറിംഗ് എല്ലാം പ്രോപ്പർ ഗേജുള്ള വയറിംഗ് ഇട്ടു, എല്ലാം സോൾഡർ ചെയ്യാനുള്ള സോൾഡർ ചെയ്തു. അപ്പം തന്നെ നമുക്ക് ആ ഒരു സബിൻ്റെ പ്രഷർ ലെവൽസ് നമുക്ക് ആ ഒരു ചെറിയ എൻക്ലോഷറിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം. ആംപ്ലിഫയറിൻ്റെ വയറിങ് ടെർമിനൽ ക്ലിപ്സ് ഒക്കെ ഇട്ട് ക്രിംപ് ചെയ്ത് ആംപ്ലിഫയറിനെ സേഫായിട്ട് ഫിക്സ് ചെയ്തു.